എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ അവസാനം കണ്ടു ഉണ്ണിമോളും ദേവയാമൻ തമ്മിൽ കണ്ടുമുട്ടുവാണ്. അങ്ങനെ ഉണ്ണിമോള് ആ വൃദ്ധസദനത്തിൽ നിന്ന് യാത്ര പോകുന്ന സമയത്ത് ദേവയാമ്മ പറഞ്ഞു, ഞാനും മോളോടൊപ്പം വരട്ടെ എന്ന് ചോദിക്കുക. ഈ ചോദ്യം കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, അല്ല വേണ്ട മുത്തശ്ശി, ഞങ്ങളോട് വരണ്ട, ഞങ്ങൾ പിന്നെ മുത്തശ്ശിനെ കൂട്ടാനും കൊണ്ട് വരാം, മുത്തശ്ശിനെ കാണാൻ വരാന്ന് പറയണം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, മോളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എളുപ്പം തന്നെ എനിക്ക് എൻ്റെ മോളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയാം. ഇത് കേട്ടതും ഉണ്ണിമോൾ ആകപ്പാടെ ധർമ്മസങ്കടത്തിലായി. ആ സമയം ഉണ്ണിമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന അപ്പവും പറഞ്ഞു, അതെ ഈ അമ്മയും കൂടെ വരട്ടെ, ഉണ്ണിമോളെ കൂടെ വരട്ടെ എന്ന് പറയണം. എന്നാ ശരി പോന്നോളൂ, ഇനിയിപ്പോൾ വഴിക്ക് വെച്ച് കാണുവാണെങ്കിൽ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കണ്ടെത്താൻ പറ്റുമല്ലോ എന്ന് പറയാം. അങ്ങനെ അവിടെ സദനത്തിലുള്ള എല്ലാവരുടെയും യാത്ര പറഞ്ഞു ഉണ്ണിമോളും മുത്തശ്ശിയും ജീവയും കൂടെ അങ്ങനെ നടക്കുവാണ്. ഈ സമയം ജീവ പറഞ്ഞു, ഇതേ അധിക സമയമേ ഇല്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ആ സമയത്തിനുള്ളിൽ ബാക്കി ഫുഡിനുള്ള ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിനി കളക്ട് ചെയ്യണമെന്ന് പറയാം. കാരണം ഈ കുറച്ച് സമയത്തിനുള്ള ഇച്ചിരി സാധനം പറയാം, കുറെ സാധനം ഇനി കളക്ട് ചെയ്യാനുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇനി വീടുകളൊക്കെ കയറി ഇറങ്ങണം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് എന്താളും കയറുന്ന വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ അവർ മൂന്നുപേരും കൂടെ നടക്കുക. ഈ സമയത്ത് ഉണ്ണിമോള് ഓരോ ചോദ്യങ്ങളൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവസാനം മുത്തശ്ശിയോട് ചോദിച്ചു, അല്ല മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുത്തശ്ശിയുടെ കൊച്ചുമോള് മുത്തശ്ശിയുടെ വീട്ടിൽ തന്നെയായിരുന്നോ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, അതേന്ന് പറയാം. അല്ല കൊച്ചുമോൾ എങ്ങനെയുണ്ട്, നല്ല സുന്ദരിയാണോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും മുത്തശ്ശി ഒന്ന് നോക്കി ഉണ്ണിമോളെ, നല്ല സുന്ദരി കുട്ടിയാ, എന്നിട്ട് എന്ത് പറ്റി അവക്ക്, മുത്തശ്ശിയോട് വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയതാണോ, അതോ ഇനിയിപ്പം ആ മോളുടെ അച്ഛനോടും അമ്മയോടും വഴക്കുണ്ടാക്കി പിണങ്ങിപ്പോയതാണെന്ന് ചോദിക്കും. മുത്തശ്ശിക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, പിണങ്ങിപ്പോയതൊന്നും അല്ലാന്ന് പറയാം. പിന്നെ എന്ത് പറ്റി, പിന്നെ അവൾ എങ്ങോട്ടാ പോയത്, സാധാരണഗതി പിണങ്ങി കഴിയുമ്പോഴല്ലേ വീട്ടിൽ നിന്ന് കുട്ടികളെങ്ങനെ ഓടിപ്പാറില്ലേ, പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. അതറിയില്ല, അത് അവളോട് തന്നെ ചോദിച്ചാലേ അറിയുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടോ ഉണ്ണിമോള് പറഞ്ഞു, കഷ്ടമുണ്ട് കേട്ടോ, അതേ മുത്തശ്ശി പേടിക്കണ്ട കേട്ടോ, അധികം വൈകാതെ തന്നെ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കണ്ടെത്താണ്ട് സാധിക്കും. പിന്നെ എൻ്റെ കൂട്ടുകാരുണ്ട് വാവയും ഗിരിദേവനും, അവരോടും പറയാം, അവരും കൂടെ ചിലപ്പോൾ തിരയാൻ കൂടുമായിരിക്കും, ഒരു പക്ഷേങ്കില് മുത്തശ്ശിക്ക് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മുത്തശ്ശിയുടെ കൊച്ചുമോളെ കണ്ടെത്താൻ സാധിക്കും എന്ന് പറയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടന്നു വരിക. പിന്നീട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യ, മുത്തശ്ശി ഇവിടെ നിൽക്കുക, ഒന്ന് രണ്ട് വീട്ടിൽ കൂടെ ഞങ്ങൾ കയറിയിട്ട് വരാമെന്ന് പറയാണ് എന്നും പറഞ്ഞ് അവരും കൂടെ കയറിപ്പോവാ. ഈ സമയം ദേവയമ്മയ്ക്ക് ചങ്കു പൊട്ടുന്ന വേദന അനുഭവപ്പെട്ടെ. തൻ്റെ കൊച്ചുമോളാണ്, അവളെ തന്നെ കണ്ടിട്ട് തിരിച്ചറിയുന്ന പോലും ഇല്ല. പക്ഷേങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഗിരിദേവനും ബാബരെയും കാണുമായിരുന്നെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് ഒന്ന് രണ്ട് വീട്ടിൽ കയറിയിട്ട് അവർ തിരിച്ചിറങ്ങി വരുവാണ്. ബാ മുത്തശ്ശി നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മുത്തശ്ശിനും കുട്ടിയും കൂടി പോവാണ്. പിന്നീട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഗിരിദേവനും ബാവരും, ഒരു കാര്യം ചെയ്യുക, മുത്തശ്ശി തൽക്കാലം അവരുടെ അടുത്ത് പോയി ഇരിക്കുക, ഞങ്ങളിനി ബാക്കി വീടും കൂടെ കയറി ഇറങ്ങട്ടെ എന്ന് പറയണം. അങ്ങനെ മുത്തശ്ശീനെ എന്ത് ചെയ്യുവാണ്, ഗിരിദേവനും ബാവരുടെ അടുത്തേക്കും കൊണ്ടുവരുവാണ്. ഈ സമയം ഗിരിദേവനും ബാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഉണ്ണിമോളും മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് ഉണ്ണിമോള് പറഞ്ഞു, അത് ഗിരിദേവ, ഈ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കാണാനില്ലെന്ന് പറഞ്ഞു, ഞങ്ങളിന്നേ വീട് കയറി ഇറങ്ങിയിട്ട് ആഹാര സാധനങ്ങളൊക്കെ ഒരു വൃദ്ധസാധനത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അവിടെ വെച്ചാണ് ഈ മുത്തശ്ശിനെ കാണുന്നത്, പക്ഷേങ്കിൽ മുത്തശ്ശിയുടെ കൊച്ചുമോളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം കൂടിയതാ, ഇപ്പൊ എനിക്ക് സമയമില്ലല്ലോ പോയി അന്വേഷിക്കാനായിട്ട്, ഒരു കാര്യം ചെയ്യുക, ഗിരിദേവന്റെ മാവയുടെ അടുത്ത് മുത്തശ്ശി ഇരിക്കട്ടെ, ഞങ്ങൾ പോയിട്ട് സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരട്ടെ, മണിമാളയിലുള്ളവർക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ചോദിക്കാം. അത് കേട്ടതും ഗിരിദേവൻ ചോദിച്ചു, അല്ല ഈ മുത്തശ്ശിനെ കണ്ട് ഉണ്ണിമോൾക്ക് ഒരു പരിചയം തോന്നില്ലെന്ന് ചോദിക്കും. ഇല്ല ഗിരിദേവ, എനിക്ക് ഒരു പരിചയവും തോന്നില്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നേ ഇന്ന് അവിടെ വെച്ചിട്ട് ആ വൃദ്ധസാധനത്തിൽ വെച്ചിട്ടാ കാണുന്നേ, അല്ലാതെ എനിക്ക് ഇതിനു മുമ്പ് കണ്ടിട്ട് ഒരു പരിചയമില്ലെന്ന് പറയും. എന്നാൽ ശരി ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളും ജീവയും കൂടെ അങ്ങോട്ട് പോവാണ്. ഈ സമയം ദേവികമ്മ വല്ലാത്ത സങ്കടത്തിലായി. ദേവികമ്മ പറഞ്ഞു, ഇതെന്താ ഗിരിദേവ എൻ്റെ ഉണ്ണിമോൾക്ക് പറ്റിയത്, എന്നെ കണ്ടിട്ട് പോലും ഉണ്ണിമോൾക്ക് മനസ്സിലാകുന്നില്ലോ എന്ന് പറയാം. ജയന്തനും കല്ലുവും വന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇതാണോ മണിമാളിക എന്ന് പറയണേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ ഇതാ മണിമാളിക. അല്ല മുത്തശ്ശി എങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് മാവര് ചോദിക്കുക. അതൊക്കെ ജയന്തനും കല്ലുവും എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പക്ഷേങ്കിൽ ഇനി എൻ്റെ ഉണ്ണിമോളുടെ ഓർമ്മ ശക്തി തിരികെ കിട്ടില്ലേ ഗിരിദേവൻ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇത് കേട്ട മുത്തശ്ശി പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ മണിമാളയിലേക്ക് അകത്തേക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നേ, ഒരു കാര്യം ചെയ്യാം,
ഞാൻ ഈ മണിമാളികയുടെ ഫ്രണ്ടിലുള്ള ഈ മണി അടിക്കട്ടെ, മണി അടിച്ച് ഞാൻ അകത്തേക്ക് കയറിച്ചില്ല. ഇത് ഞാൻ അകത്തേക്ക് കയറി ചെന്നിട്ട് അവരോട് ഞാൻ പറയാം, എൻ്റെ ഓർമ്മശക്തി വേണേ കളഞ്ഞു, എൻ്റെ ജീവൻ വേണലെടുത്തു, പക്ഷെ ഉണ്ണിമോൾക്ക് തിരികെ ഓർമ്മശക്തി തിരികെ കിട്ടണമെന്ന് ഞാൻ അവരോട് വേണമെങ്കിൽ കാലി പിടിച്ച് യാചിക്കാന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ ഒരു ചെറു പുഞ്ചിരിയോട് കൂടി പറഞ്ഞു, മുത്തശ്ശി അങ്ങനെ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. മുത്തശ്ശി മണിമാളയിൽ അകത്തേക്ക് കയറിയിട്ടും കാര്യമില്ല. കാരണം മണിമാളയ്ക്കകത്ത് മുത്തശ്ശി കയറിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്ക് ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ മുത്തശ്ശിക്ക് കാര്യം എന്താന്ന് മനസ്സിലായില്ല. അവസാനം ഗിരിദേവൻ കാര്യങ്ങളൊക്കെ പറയാണ്, മണിമാളയുടെ രഹസ്യം എന്താന്നൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എൻ്റെ ഭഗവാനെ ഇനി ഇപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കാം. ഗിരിദേവൻ പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കും മുത്തശ്ശി, അവർക്ക് രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ല പറഞ്ഞേ. അതിനുള്ള സാധനങ്ങളൊക്കെ വീടാന്തരം കയറി ഇറങ്ങി ഉണ്ണിമോളും ജീവൻ കളക്ട് ചെയ്യുന്നുണ്ടല്ലോ, അവർ കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവരുന്ന ആ ആഹാരം അവർ കൊണ്ടുവരുന്ന ആ സാധനങ്ങൾ രുചിയോടെ പാകം ചെയ്ത് അവർക്ക് കൊടുക്കണം. ദേവയ്യ പറഞ്ഞു, എന്ത് വെള്ളം ചെയ്യാം, ഞാൻ ഉണ്ണിമോളോടൊപ്പം സഹായത്തിനായിട്ട് നിൽക്കാന്ന് പറയാം. എനിക്ക് ഒരു കാര്യം മാത്രം മതി, എൻ്റെ ഉണ്ണിമോളുടെ ഓർമ്മശക്തി തിരികെ കിട്ടിയാൽ മതി. അങ്ങനെ തിരികെ കിട്ടുവാണെങ്കിൽ ഞാൻ ഉണ്ണിമോളെ കൊണ്ട് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകുമെന്ന് പറയാം. ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ ഓർമ്മശക്തി തിരികെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു നാടിന് മൊത്തമാണ്. ഈ നാടിന്റെ ശാപം മുഴുവൻ മാറും മുത്തശ്ശി. ഒരു കാര്യമില്ലാതെ ഉണ്ണിമോൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വരില്ലല്ലോ. ഈ ഗിരിദേവന് മുത്തശ്ശിക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു, എനിക്ക് ഗിരിദേവനെയും വിശ്വാസമുണ്ട്, ഗിരിദേവനും മാവിനെയും നല്ല വിശ്വാസം. നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് ഒരാപത്തും വരില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉണ്ണിമോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓർമ്മശക്തിയായിട്ട് ഇവിടുന്ന് തിരികെ കൊണ്ടായാൽ മതി. അതിന് എന്ത് വെള്ളം ചെയ്യാനായിട്ട് ഞാൻ ഒരുക്കുവാന്ന് ദേവികമ്മ പറയാം. ഈ സമയത്ത് ആകെപ്പാടെ സങ്കടത്തിലായിപ്പോയി സുരയുടെ അമ്മ. കാരണം സൂര്യക്കാണ് മുമ്പാണെങ്കിൽ സൂര്യ ഇങ്ങനെ കണ്ണു തുറന്നിങ്ങനെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലോ സൂര്യക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥ, കൈയൊക്കെ തണുത്തു മറിച്ചിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ സതി പെട്ടെന്ന് ലീലയോട് പറഞ്ഞു, അതെ ഇന്ന് നോക്ക്, എൻ്റെ മോനാണ് അനങ്ങൊന്നും കൂടി ഇല്ല, കൈയൊക്കെ ആകെപ്പാടെ തണുത്ത് മരവിച്ചിരിക്കുന്ന ഒരവസ്ഥയാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ലീലെ. എത്രയും പെട്ടെന്ന് അവൻ വന്നില്ലെങ്കിൽ, ജീവ വന്നില്ലെങ്കിൽ വന്ന് വിളിക്കണം, വിളിച്ചില്ലെങ്കിൽ ഇനി ഇവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നില്ലെന്ന് പറയാം. ഈ സമയം ലീല പറഞ്ഞു, അതെങ്ങനെയാ അവനെ കൂട്ടിക്കൊണ്ട് വരുന്നേ, അവനാണെങ്കിൽ ഓർമ്മയില്ല, എന്നെ കണ്ടിട്ട് പോലും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല, പിന്നെ ഇവ സുരേനെ കണ്ടിട്ട് വിളിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ സതി? എന്തെങ്കിലും ഇനി അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ അങ്ങനെ ഇവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഈ സമയം സതി പറഞ്ഞു, എന്ത് കാണിച്ചിട്ടാണ് ശരി, എനിക്ക് ജീവനെ ഇവിടെ കൊണ്ടുവരണം. ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ പോയി അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഒരു പക്ഷേങ്കിൽ സുരയുടെ കാര്യം പറയുമ്പോൾ അവന് സുരേനെ അറിയാമെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി വിളിക്കട്ടെ എന്ന് പറയും. ലീല പറഞ്ഞു, നീ പോയി വിളിച്ചോണ്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല, ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യ, നീ ഒന്ന് പോയി നോക്ക്, അവൻ വരുമെങ്കിൽ കൂട്ടിക്കൊണ്ടുപോവാ. അവൻ വന്ന് വിളിച്ചു കഴിയുമ്പോൾ ഒരു പക്ഷേങ്കില് സുര കണ്ണു തുറന്നാലോ എന്ന് ചോദിക്കുക. അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് സതി അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ സതി മണിമാളിയുടെ അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഗിരിദേവനും വാവരും മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. അവരെ കണ്ടു കഴിഞ്ഞപ്പം ഗിരിദേവന് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. സതി പറഞ്ഞു, അതെ സൂര്യക്ക് വയ്യാതിരിക്കുവാണ്, ജീവയുടെ കൂട്ടുകാരനാണ്, പക്ഷെ ജീവയിലൂടെ ഓർമ്മയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ജീവനെ കൂട്ടിക്കൊണ്ടു പോകാമെന്നാ. ഒരു പക്ഷേങ്കിൽ ജീവ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ ചിലപ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലോ, ആ ഒരു പ്രതീക്ഷയോട് കൂടെ വന്നേ, എങ്ങനെയെങ്കിലും ജീവനെ എനിക്ക് വീട്ടിലെത്തിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, പേടിക്കണ്ട, സൂര്യക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയാം. അതല്ല, സൂര്യയുടെ കൈയൊക്കെ തണുത്ത് മരിച്ചു പോയിട്ടുണ്ട്, എന്താവുമെന്ന് എനിക്ക് അറിയത്തില്ല, എത്രയും പെട്ടെന്ന് അവന്റെ ജീവൻ രക്ഷിച്ചാൽ മതിയാവുള്ളൂ. അത് നിങ്ങൾക്കറിയാവോ? ജീവ എങ്ങോട്ടാ പോയെന്ന് നിങ്ങൾക്കറിയാവോന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു, ജീവ ഉണ്ണിമോളും ഇപ്പൊ തന്നെ വരും, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോ, സൂര്യയുടെ ജീവൻ ഒന്നും ഒരാപത്ത് സംഭവിക്കില്ലെന്ന് പറയാം. ഇത് കേട്ട് സതി പറഞ്ഞു, എങ്ങനെയെങ്കിലും ജീവനെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നേ, ഞാൻ ജീവ വന്നിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സതി അവിടെ ഇരിക്കുവാണ്. ഇത് കണ്ടപ്പോൾ ദേവയമ്മയ്ക്കും വല്ലാത്ത വിഷമായി. തന്നെപ്പോലെ തന്നെ വിഷമിച്ച് വേറൊരമ്മ വന്നിരിക്കണം. അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അയ്യപ്പസ്വാമി കാണുന്നുണ്ട്. എൻ്റെ ഭഗവാനെ, എൻ്റെ അയ്യപ്പസ്വാമി ഇവർക്കെല്ലാം താങ്ങായും തള്ളായും വരണേ, എൻ്റെ ഉണ്ണിമോളുടെ ജീവനും ഇവരുടെ കുട്ടിയുടെ ജീവനും ഒക്കെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അയ്യപ്പസ്വാമിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ ഇരുന്നിട്ട് ദേവികമ്മ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഫുൾ വിശേഷം വന്നാലറിയാം. ഒരു പക്ഷേങ്കില് സൂര്യയുടെ പേര് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ജീവയ്ക്കറിയാം, സൂര്യനെ മാത്രം ആകെപ്പാടെ ജീവയുടെ മനസ്സിൽ ഓർമ്മയുള്ളൂ. സൂര്യനെ രക്ഷിക്കാനായിട്ട് മിക്കവാറും നാളെ ജീവ ചെല്ലും, സൂര്യനെ വിളിക്കും, ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോടെ നിർത്തുന്നു. നന്ദി.